ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള നമ്മൾ ഫ്ലക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ഫ്ലക്സിൻ്റെ ഡിസ്പ്ലേ ഫ്ലക്സ് പഠിച്ചു, ഫ്ലക്സ് ഡയറക്ഷൻ പഠിച്ചു, പിന്നെ ജസ്റ്റിഫൈ കണ്ടന്റ്, പിന്നെ ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഒരു പേജിൻ്റെ ബേസിക് ലേഔട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഞാൻ ചെയ്യുന്നത്, ഞാനൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യാണ്. ഡിവ് ഞാനൊരു ക്ലാസ് നെയിം കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ് നെയിം കൊടുത്തു. ഓക്കെ, അതാണ് നമ്മൾ ഏറ്റവും ഫുൾ ഔട്ടർ ലെയറിലുള്ള ഒരു ലേഔട്ടാണത്. ഒരു കണ്ടെയ്നർ ഡിവ് ആണത്. നമുക്കറിയാം കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ ട്രക്കിൽ സാധനമെല്ലാം കൊണ്ടുപോകുന്ന മെയിൻ ആയിട്ടുള്ള ആ ബോക്സിനാണ് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്നത്. അല്ല, അതിനുള്ളിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. ഇവിടെ നമ്മൾ കണ്ടെയ്നർ എന്നുള്ളത് കൊടുക്കുന്നത് മൊത്തത്തിലുള്ള കണ്ടന്റ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ പിന്നെ എനിക്കുള്ളത് ഹെഡർ എന്ന് പറയുന്നതാണ്. ഹെഡർ എന്ന് പറയുന്ന ഒരു ടാഗ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു നാബ് എന്ന് പറയുന്ന ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് വേണ്ടത് ഒരു ബാക്കിയുള്ള പേജിൻ്റെ കണ്ടന്റ് മാത്രം കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഡിവ് കണ്ടന്റ് എന്നുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എനിക്കുള്ളത് ഫൂട്ടർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൽ ചെയ്യുന്നത്, എനിക്ക് വേണ്ടത്, ഞാൻ ആദ്യം ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു CSS ക്ലാസ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. അതിന് എനിക്ക് വേണ്ടത്, ഞാൻ അതിനായി തന്നെ ഫ്ലക്സ് കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റാണ്. ഡിസ്പ്ലേ ഫ്ലക്സ് എന്നുള്ളത് ഞാൻ കൊടുത്തു. പിന്നെ ഇതിനൊരു ഹൈറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഹൈറ്റ് 100 VH. ഓക്കെ, വ്യൂ പോർട്ടിൻ്റെ ഹൈറ്റ് വെച്ച് ഞാൻ 100 VH കൊടുത്തു. അപ്പോൾ ഫുൾ സൈസിലുള്ള ഒരു ഡിവ് എനിക്ക് കിട്ടി. ഇനി എനിക്ക് വേണ്ടത്, ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് ഹെഡർ ഏറ്റവും മേലെ, അതിൻ്റെ തൊട്ട് താഴെ നാവ്, പിന്നെ മെയിൻ കണ്ടന്റിൻ്റെ സെക്ഷൻ, ഏറ്റവും താഴെ ഫോട്ടോ സെക്ഷൻ, ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഒരു കോളത്തിൻ്റെ ഉള്ളിൽ, ഒറ്റ കോളത്തിനുള്ളിൽ താഴെയായിട്ടാണ് എനിക്ക് വരേണ്ടത്. ഒറ്റ കോളം മതി എനിക്ക്. ഒരു കോളത്തിനുള്ളിലാണ്, വെർട്ടിക്കലിയാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഫ്ലക്സ് ഡയറക്ഷൻ ഞാൻ കൊണ്ടുവന്നിട്ട് കോളം ആക്കി കൊടുത്തു. ഓക്കെ, ഫ്ലക്സ് ഡയറക്ഷൻ കോളാക്കി കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഹെഡർ ഉണ്ട്, നാബ് ഉണ്ട്, കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, ഫൂട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഹെഡറിന് പോയിട്ട് കൊടുക്കുകയാണ്. ഹെഡർ എന്ന് പറയുന്നത് ടാഗ് ആയതുകൊണ്ട് ഞാൻ ക്ലാസ് അല്ല, ഡോട്ടിലാണ് കൊടുക്കുന്നത്. ഇതിന് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഹൈറ്റ് കൊടുക്കുകയാണ്. ഞാനൊരു ഹൈറ്റ് കൊടുക്കുന്നത്, എനിക്ക് ഹെഡറിനൊരു 10 വെർട്ടിക്കൽ വ്യൂ പോർട്ട് ഹൈറ്റ് ഒരു 10 ഞാൻ കൊടുത്തു. ഓക്കെ, എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി തൽക്കാലം ഞാൻ അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രേ കളർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കൊടുക്കുന്നത് നാവാണ്. നാവും ടാഗ് ആയതുകൊണ്ട് ഞാനതിന് ഒരു ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് ഞാൻ കൊടുക്കുന്നത് എനിക്കൊരു 5 വ്യൂ പോർട്ട് ഹൈറ്റ് മതി. 5 VH കൊടുത്തു. അതും തിരിച്ചറിയാൻ വേണ്ടി ഞാൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് ബ്ലൂ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് കണ്ടന്റ് ആണ്. അതൊരു ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ഡോട്ട് കണ്ടന്റ് എന്നുള്ളത് കൊടുത്തു. അതിന് ഞാൻ അതിൻ്റെ സ്പേസ് ഞാൻ ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ല. എത്ര സ്പേസ് ആണെങ്കിലും അതെടുത്തോട്ടെ. ഞാൻ എന്ത് ചെയ്യാണ്, അതിനു വേണ്ടി ഫ്ലക്സ് 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പം ഇതിന് വേണ്ട സ്പേസ് എടുത്തതിന് ശേഷമുള്ള ബാക്കി ഫുള്ള് സ്പേസും ഇതിനെ അലൈൻ ചെയ്യും. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഫോട്ടോന് ഞാൻ വന്നിട്ട് ഞാനൊരു ഹൈറ്റ് ഞാനൊരു 10 VH കൊടുക്കാം. ഇതിനൊന്നും ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടില്ല. അതിന് ഞാൻ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് ഗ്രീൻ കൊടുത്തു. ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ
കളർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ഹെഡർ പോർഷനാണ്, നാബാണ്, മെയിൻ കണ്ടന്റ് ആണ്, ഫോട്ടോ സെക്ഷനാണ്. ഓക്കെ, ഇനി എനിക്ക് ഈ ഫോട്ടോ സെക്ഷന് ഇതിലിപ്പം കണ്ടന്റ് ഇതിൽ കുറെ വന്നു കഴിഞ്ഞാൽ എനിക്കിതിന് പിന്നെ കണ്ടന്റ് ഏത് പിന്നെ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഏത് ഡിബിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും കണ്ടന്റ് കൂടുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഹൈറ്റ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിൽ എത്ര കണ്ടന്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതിനൊരു ഫിക്സ്ഡ് ഹൈറ്റ് കൊടുത്തിട്ടില്ല, അത് ഗ്രോ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന എന്താണ്, ഹെഡറിൻ്റെ ഉള്ളിൽ എനിക്കിവിടെ ഒരു ലോഗോ ഇമേജ് കൊണ്ടുവരണം, പിന്നെ ഇവിടെ ഒരു ക്യാപ്ഷനും കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഈ ഹെഡറിൻ്റെ ഉള്ളിൽ ഈ ഹെഡർ എന്ന് പറയുന്നതിന് ഹെഡറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, 2 സെക്ഷൻ കൊണ്ടുവരണം. ഒരു ലോഗോ ഇമേജിനെ കാണിക്കാൻ വേണ്ടി ഒരു ഡിവ് ഞാൻ കൊടുക്കുകയാണ്, ലോഗോ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ IMG ടാഗ് ഞാൻ കൊടുത്തു, SRC എന്നുള്ളത് അതിൽ ഇമേജ്. ഓക്കെ, images/logo.png. ഞാനതിനൊരു ഹൈറ്റ് ഒരു 100 പിക്സൽ ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് വേണ്ടത് ഒരു ക്യാപ്ഷൻ ടെക്സ്റ്റാണ്. അപ്പോൾ ഞാൻ ഡിബ് ക്യാപ്ഷൻ ടെക്സ്റ്റ് തന്നെ ക്ലാസ് ടൈം കൊടുത്തു. എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് മൈ സാമ്പിൾ പേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹെഡർ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹെഡർ ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ചിൽഡ്രൻ വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഹെഡറിനെ പിടിച്ചുകൊണ്ട് വീണ്ടും കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റുകയാണ്. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്കിവിടെ ലോഗോ കണ്ടെയ്നർ ഉണ്ട്. ലോഗോ കണ്ടെയ്നർ ഇതിന് വന്നിട്ട് ഞാൻ തൽക്കാലം ഞാനതിന് എനിക്ക് മൊത്തത്തിലുള്ള സ്പേസിൻ്റെ ഇവിടുന്ന് ഇത്രയുമുള്ള സ്പേസിൻ്റെ പിന്നെ സ്പേസ് എനിക്ക് 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനതിന് ഇതിന് ഞാൻ കൊണ്ടുവന്നിട്ട് ഫ്ലെക്സ് എന്നുള്ളത് ഞാനൊരു 1 കൊടുത്തു. പിന്നെ വേറൊന്നുള്ളത് ക്യാപ്ഷൻ ടെക്സ്റ്റ് പറയുന്നതിന് ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു ഫ്ലെക്സ് 5 കൊടുത്തു. അപ്പം മൊത്തത്തിൽ 6 പോർഷൻ ആക്കിയിട്ട് അതിൻ്റെ 5 പോർഷൻ ഇതിന് കൊടുക്കും, 1 പോർഷൻ ഇതിന് കൊടുക്കും, അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഓക്കെ, ഇതിനെ ഞാനൊരു ഹെഡിങ്ങിലോട്ട് മാറ്റാണ്. ഇനി ഇപ്പോൾ ഇത്രയും പാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിനെ 2 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് ഇത് ഒന്നിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് നിൽക്കുന്നത്, ഇത് 2 ഡിബാണ് സൈഡ് ബൈ സൈഡ് നിൽക്കുന്നത്. നമ്മൾ ഇതിനെ ഈ ഹെഡർ എന്നുള്ളതിനെ കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റി. അതിന് വേണ്ടി ഞാൻ ചെയ്തത് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഡീഫോൾട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് റോ ആണ്. റോ ആയതുകൊണ്ടാണ് സൈഡ് ബൈ സൈഡായിട്ട് നിൽക്കുന്നത്. ഞാൻ ഈ റോ എന്നുള്ളത് മാറ്റിയിട്ട് റോളാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒന്നിന് താഴെ ഒന്നായിട്ട് വന്ന് നിൽക്കും. ഇതിൻ്റെ താഴെയാണ്, നമ്മളിതിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് അതിന് പിന്നെ ഹിഡനായി മാറിയിട്ടുള്ളത്. ഓക്കെ, അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലക്സ് ഡയറക്ഷൻ ഉള്ളത് അത് എങ്ങനെ കാണിക്കണം എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമുക്ക് പേജിൻ്റെ ലേഔട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതിൽ ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് കണ്ടൻറ്റ് കോപ്പി ചെയ്തു. കണ്ടൻറ്റ് നമുക്ക് ടെക്സ്റ്റ് കണ്ടൻ്റ് എല്ലാം കോപ്പി ചെയ്യാൻ വേണ്ടി ലോറം ഇപ്സം എന്ന് പറയുന്നൊരു ലോറം ഇപ്സം എന്നാണ് ടെക്സ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ്. നമ്മൾ സാധാരണ നമ്മൾ മറ്റുള്ളവരുടെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടൻറ്റ് നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല. ശരിക്കും ഇത് ലീഗലല്ല. കാരണം അവരെ സാലറി കൊടുത്ത ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന കണ്ടൻറ്റ് നമുക്ക് അങ്ങനെ കോപ്പി ചെയ്യാൻ ശരിക്കും ലീഗലല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഡാറ്റ അല്ലെങ്കിൽ ടെക്സ്റ്റ് എല്ലാം കോപ്പി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റാണ് ഈ ലോറം ഇപ്സം അല്ലെങ്കിൽ ഇപ്സം എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഏത് കണ്ടന്റ് വേണമെങ്കിലും കോപ്പി ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ കുറച്ചുണ്ട്. ലോറം ഇപ്സം ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. ഇതിലുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടന്റ് കോപ്പി ചെയ്യാം. അത് ലീഗലാണ്. ഓക്കെ, അവർ അങ്ങനെ കോപ്പി ചെയ്യാൻ വേണ്ടി തന്നെ കൊടുക്കുന്ന കണ്ടന്റാണത്. ഞാൻ അങ്ങനത്തെ ഒരു വെബ്സൈറ്റിൽ നിന്ന് കണ്ടന്റ് ഞാൻ കോപ്പി ചെയ്തു. കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും ഒരു ഹെഡിങ്ങും എൻ്റെ കോപ്പി പേസ്റ്റ് ആണ്. ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേ എണ്ണം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നാവിൻ്റെ ഉള്ളിൽ ഞാനൊരു H2 കൊണ്ടുവന്നിട്ട് കൊടുത്തു. H3 മതി. H3 കൊണ്ടുവന്നിട്ട് നാവ് ലിങ്ക്സ് ചേർന്നുള്ളത് ഫൂട്ടറിൻ്റെ ഉള്ളിൽ ഫൂട്ടർ ലിങ്ക്സ് ചേർന്നുള്ളത് കൊണ്ടുവന്നിട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി ഞാൻ UI പോയി നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഏറ്റവും മേലെ നമ്മുടെ ലോഗോ വന്നു, അതിൻ്റെ ക്യാപ്ഷൻ ടെക്സ്റ്റ് വന്നു, നാവിഗേഷൻ ലിങ്ക്സ് ടെക്സ്റ്റ് ഇവിടെ വന്നു. ഇനി പിന്നെ നമ്മുടെ കണ്ടന്റ് ഇവിടെ വന്നു. അതെല്ലാം സ്ക്രോളിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെ നമുക്ക് ഫോട്ടോയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഫ്ലെക്സ് ബോക്സ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു പേജിനെ ഡിസൈൻ ചെയ്യാം, ഒരു പേജിൻ്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ നമ്മളിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ കണ്ടെയ്നർ, ഇതൊരു കണ്ടെയ്നറാണ്. കാരണം നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എല്ലാം കോളം വൈസ് ആണ്, ഒന്നിന് താഴെ ഒന്നായിട്ടാണ്. കാരണം ഇതെല്ലാം എനിക്ക് ഒന്നിൻ്റെ താഴെ ഒന്നായിട്ടാണ് വരേണ്ടത്. ഏറ്റവും മേലെ ഹെഡർ, നാവിഗേഷന്, കണ്ടന്റ് അങ്ങനെ ഒന്നിന് താഴെ ഒന്നായിട്ട് വരേണ്ടത്. അതുകൊണ്ട് ഞാനതിന് ഫ്ലക്സ് ഡയറക്ഷൻ കോളം കൊടുത്തു. എന്നിട്ട് ഈ ഹെഡറിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ചൈൽഡാണ് ഹെഡർ എന്ന് പറയുന്നത്. ഈ ഹെഡറിൻ്റെ ഉള്ളിൽ എനിക്ക് കണ്ടന്റ് എന്ത് ചെയ്യണം, റോ ആയിട്ട് കാണിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്തു, ഈ ഹെഡറിനെ പിടിച്ചുകൊണ്ട് കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റി. ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുത്തു. എന്നിട്ട് ഫ്ലക്സ് ഡയറക്ഷൻ റോ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കതിന് ഹോറിസോണ്ടലി കൊണ്ടുവരാൻ വേണ്ടി റോ കൊടുത്തു. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ആണ്. മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പാരന്റിനെ ഫ്ലക്സ് ഡയറക്ഷൻ കോളാണ്, അതിൻ്റെ ചൈൽഡിനെ കണ്ടെയ്നർ ആക്കി മാറ്റിയിട്ട് അതിൻ്റെ ഗ്രാൻഡ് ചൈൽഡിനെ എന്ത് ചെയ്യാം, റോയിൽ കാണിക്കാൻ പറ്റും. ഇനി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതിനുമാണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പേജ് ലേഔട്ട് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ഇതിൽ കവർ ചെയ്യാം.